കൊല്ലത്ത് NDA സ്ഥാനാർത്ഥിയായി വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിയേക്കാം. BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വരണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു. LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചിട്ടും BJP സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായില്ല. മോദിയുടെ ഗ്യാരണ്ടിയിൽ പുതിയ കേരളം കെട്ടിപ്പണിയുന്നതിന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി ആരുടെ പേരായിരിക്കും ഇവിടെ പതിയുക? എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ നാട് മുഴുവൻ ചുമരെഴുതി വെച്ചെങ്കിലും ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ NDAക്ക് ഇതുവരെയും തീരുമാനമായില്ല. കുമ്മനം രാജശേഖരൻ മത്സരിക്കാൻ എത്തുമെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഇപ്പോൾ പേരുകളിൽ മാറ്റം വരുമെന്നാണ് സൂചന. വനിതാ പ്രാതിനിധ്യമായിരിക്കും കൊല്ലത്തുണ്ടാകാൻ സാധ്യത ഏറെ. ശോഭാ സുരേന്ദ്രന്റെ പേരുകളും പലരും സമൂഹ മാധ്യമത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. മാവേലിക്കരുടെ സീറ്റ് BDJSന് പരിഗണിക്കുമ്പോൾ PT ഉഷയെ കൊല്ലത്തേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് VT രമയുടെ പേര് നേരത്തെ പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെയും PT ഉഷയുടെയും പേരുകളാണ് അന്തിമ പട്ടികയിലുള്ളത്. വനിതകൾ തന്നെയായിരിക്കും കൊല്ലത്ത് മത്സരിക്കുക എന്നാണ് സൂചന. BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് കൊല്ലം. 2009-ലും 2014-ലും വോട്ട് കൂടിയിരുന്നു. 2019-ൽ 1,33,039 വോട്ടായിരുന്നു BJP നേടിയത്. ഇത്തവണ കൂടുതൽ വോട്ട് നേടുന്ന ഒരാളെ തന്നെ മത്സരത്തിന് ഇറക്കാനാണ് BJP ശ്രമിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികളായി സിറ്റിംഗ് MP യും സിറ്റിംഗ് MLA യും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.